55 കിട്ടിയാൽ നമുക്ക് ഏറ്റവും ഫൈനൽ 55,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഫൈനൽ. ഇത് മതി കുറയാനും തിരിയാനും അറിയാനൊന്നുമില്ല. 5 റുപ്യൻ്റെ ഇറക്കാൻ വേണ്ടി നല്ല പ്രൊഫൈലുള്ള ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഇറക്കാമല്ലേ? വരിക ടോക്കൺ തരിക ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അത്ര ഗ്യാരണ്ടി കൊടുക്കാം. 20 മോഡൽ VXA ആണ് വേരിയന്റ് വരുന്നത്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ഇത് 13 മോഡൽ 14 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. 1,42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിലൊരു 50 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാണ്ട് 50,000 വണ്ടി ഇറക്കാമല്ലേ? 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. ന്യൂ ഷേപ്പ് ആക്കിയാണ്. 16-17 ലെവൽക്ക് ആക്കിയതാണ്. 65,000 വണ്ടി ഇറക്കാമല്ലേ? തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട്. അഡീഷണൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 45-40 റുപ്യയിലൊക്കെ ഇറക്കാണ്ട് 45 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? 2,40,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് എന്തെങ്കിലും ഇനി പൊട്ടിച്ചെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും അരിപ്പുള്ള ദോസ്ത് യൂസർക്കാർ തന്നെയാണ് വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ റോഡിൽ അരിപ്പുറ കേട്ടോ. സ്കൂൾ പടി പറഞ്ഞാൽ അറിയാൻ കഴിയും. അതേമാതിരി തന്നെ ഏകദേശം ഒരു 10-25ഓളം വണ്ടികൾ നിലവിലൂടെ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം ഒരു 15ഓളം വണ്ടികളാണ്. സെക്കൻഡ് പാർട്ടിൽ ഏകദേശം ഒരു 10-12ഓളം വണ്ടികളും ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മളെ കൂടെയുള്ള ലാലുവേട്ടൻ കേട്ടോ. ലാലുവേട്ടാ, നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇവിടെ എത്തിപ്പെടാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ മലപ്പുറത്ത് നിന്ന് 10 കിലോമീറ്റർ, പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ. സ്കൂൾ പടി എന്നാണ് ഇങ്ങോട്ട് പറയാ. അരിപ്പുറ നിസാന്റെ ഷോറൂം ഉണ്ട്. നിസാന്റെ ഷോറൂമിന്റെ അവിടെ നിന്ന് ഒരു കറക്റ്റ് ഒരു 50 മീറ്റർ അതിന്റെ തൊട്ടടുത്ത്. അപ്പോൾ നമ്മളിവിടെ വണ്ടികൾ തുടങ്ങേണ്ട എത്ര മുതലാണ് ചെറിയ ഡൗൺ പേയ്മെന്റിൽ? ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 25,000 മുതൽ ഒരു 20,000, 25,000 ആ റേഞ്ചിൽ റേഞ്ചിന്റെ നമുക്ക് ഇവിടുന്ന് വണ്ടികൾ ഇറക്കാൻ പറ്റും. ആ ലെവലിലാണ് നമ്മൾ ഏകദേശം എല്ലാ വണ്ടികളും അത്ര നല്ല ക്വാളിറ്റി വണ്ടികളാണ്. നമ്മൾ ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അല്ലേ? പിന്നെ ഈ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ ഗ്യാരണ്ടി നമ്മൾ എഴുതി 100% ഗ്യാരണ്ടി ഉണ്ടല്ലേ? അത്ര ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു ഷോപ്പാണല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു വണ്ടികളും റിട്ടേൺ വരരുത് നമ്മളത്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താ വീഡിയോ ഉൾപ്പെടുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ അതിനെ കാണുന്ന മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫേസ്ബുക്കിലാണ് ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഒരു ന്യൂ മോഡൽ വാഗണർ. എങ്ങനെയില്ലേ? 2020 മോഡൽ VXA ആണ് വേരിയന്റ് വരുന്നത്. 18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് കിടക്കുന്ന വണ്ടി. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഫുൾ പക്ക വണ്ടി. നല്ല ക്വാളിറ്റിയിലാണ്. സീറ്റ് കവേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇത് വരുന്നത് എഞ്ചിന് വരുന്നത് 1.2 ആണ്. അപ്പോൾ ഒന്നും കൂടി മൈലേജും ഒന്നും പുള്ളിങ്ങും ഒക്കെ 18 വരെ മൈലേജ് കിട്ടും എന്തായാലും അല്ലേ? കിലോമീറ്റർ എത്ര ഓടിക്കണ്ടേ? 18,000 കിലോമീറ്റർ ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പിനെ സിംഗിൾ എത്ര ചോദിക്കണ്ടായിട്ട്? ഇത് നമ്മൾ ചോദിക്കുന്നത് 5.80. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. എത്ര ഡൗൺ പേയ്മെന്റ് വേണം വണ്ടി ഇറക്കണമെങ്കിൽ? വണ്ടി ഇറക്കണമെങ്കിൽ ഒരു 50 റുപ്യ ഉണ്ടെങ്കിൽ ഇറങ്ങണ്ട്. 50,000 വണ്ടി ഇറക്കാമല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ക വണ്ടി അത്ര മാത്രമല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വണ്ടി ഒരു അൾട്ടോ 800 കേട്ടിട്ടുണ്ട്. 2013 മോഡൽ 14 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. 1,42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,42,000 ഒന്നിനെ മേലെ ഓടിക്കണല്ലേ? തട്ടുമുട്ട് ആക്സിഡന്റ് ഷോറൂം ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. കറക്റ്റ് ഉള്ളതാണല്ലേ? റീപ്ലേസ് തന്നെയാണ്. ബോട്ടോ ഗ്ലാസോ ഒന്നും റീപ്ലേസ് ഇല്ല. ചെറിയൊരു ഭംഗി കമ്മി ഉണ്ടല്ലോ. അത് പിടുത്തിട്ടുള്ളൂ വണ്ടി. ഇനി നമ്മളൊന്ന് പോളിഷ് ചെയ്ത് ചൊറുക്കൂട്ടി നമ്മൾ കൊടുക്കുള്ളൂ. ചൊറുക്കൂട്ടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് റേറ്റ് എത്ര? ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 2 റുപ്യക്ക് കൊടുക്കാം. 2 റുപ്യക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അതിന് നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കും ചെയ്യാലല്ലേ? അപ്പൊ നമ്മളെ വീഡിയോ കണ്ടതിന്റെ പ്രത്യേകിച്ച് നെഗോഷ്യബിൾ വേറെയും കൊടുക്കുമല്ലോ അല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഫുൾ പക്ക വണ്ടി ക്ലിയർ ആക്കി കൊടുക്കും. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്. ലോൺ കയറുമ്പോൾ ഒരു 10-30 റുപ്യ 25 റുപ്യ സുഖമായിട്ട് ഇറക്കാം. 25,000 റുപ്യ നമുക്ക് ഈ അൾട്ടോ 800 ഇറക്കാം അല്ലേ? അത്ര ക്വാളിറ്റി വണ്ടി. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഫുൾ പക്ക വണ്ടി. ഏകദേശം ഒരു 18 ലെവലിലെ മൈലേജും കിട്ടും. 18-20 വരെ പ്രതീക്ഷിക്കാം. മൈലേജും കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടി ഒരു i20 കിട്ടോ. പറയൂ. 2015 മോഡൽ സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 97 വരെ കമ്പനി സർവീസ്, മേജർ സർവീസ് കഴിഞ്ഞെടുക്കണം. അപ്പോൾ ഡീസലാണ് ഫ്യൂൽ? ഡീസലാണ്. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങൾ പക്ക വണ്ടിയില്ലേ? 97 സംതിങ് വരെ ഷോറൂം ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. 99 ആയിക്കോണ്ട് പോട്ടം. മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ചെയിനും കാര്യങ്ങളൊക്കെ മാറി. എത്ര നമ്മൾ ചോദിക്കേണ്ട? നമ്മൾ ചോദിക്കുന്നത് 5.40.
നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ലോൺ ഏകദേശം എത്ര കയറും? ലോൺ ഏകദേശം നമുക്ക് 5 ലക്ഷം വരെ ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈലാണ് ഉള്ളവർക്കല്ലേ? 45-40 ഇറക്കാണ്ട്. 45 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല. ഡീസൽ എന്തായാലും 18 ലെവലിൽ മൈലേജ് 23 എന്തായാലും മൈലേജ് ഉണ്ടാവും. i20 എന്തായാലും കിട്ടുമല്ലോ. നല്ല പവറുള്ള വണ്ടി അല്ലേ? അടുത്ത വണ്ടി ഇയോൺ കേട്ടോ. 2014 മോഡൽ എറാ പ്ലസ്. തേർഡ് ഓണർഷിപ്പിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. 2 ആളെ ഉപയോഗിച്ചിട്ടുള്ളൂ. മൂന്നാമത് ഇപ്പോൾ ഓരോ വീട്ടിൽ 6 പേർക്കും മാറിയതാണ്. ആള് പുറത്തു പോയപ്പോൾ ഇപ്പൊ ലാസ്റ്റ് മാറിയാണ്. കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് പരിപാടികളൊന്നുമില്ല. ഫുൾ പക്ക വണ്ടി അല്ലേ? 2 കാലം നമ്മൾ ചോദിക്കണ ഒരു 10-30 ഉറുപ്പിക ഇറക്കാണ്ട്. നല്ല പ്രൊഫൈലിൻ്റെ ആൾക്കാരല്ലേ? വേറെ എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. എത്ര ലോൺ ഏകദേശം എത്ര കയറും? ലോൺ ഏകദേശം ഒരു 1.80 ആ റേഞ്ചൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. പെട്രോൾ എന്തായാലും 18 മൈലേജും കിട്ടുമല്ലോ അല്ലേ? 16 ആ റേഞ്ച് ആ ലെവലിൽ മൈലേജും കിട്ടുമല്ലോ അല്ലേ? ഏകദേശം ഒരു 10-60 ഉറുപ്പിക വണ്ടി ഇറക്കാം അല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഫുൾ പക്ക വണ്ടി അല്ലേ? അപ്പോൾ അടുത്ത വണ്ടി നാനോ 2016 മോഡല് ടിസ്റ്റ് XT ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തട്ടംമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പവർ സ്റ്റാറിങ്, ഡിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ലേറ്റസ്റ്റ് വേഴ്സൺ വണ്ടിയാണ്. നമ്മൾ 1.5 നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ വലിയ ഡിസ്റ്റൻസ് ഇല്ലാണ്ട് നമ്മൾ ചുറ്റുവട്ടത്തിൽ കൂടെയൊക്കെ നമുക്ക് ചെറിയ എമൗണ്ട് ലോണ് ബാങ്കിൽ നിന്ന് അറേഞ്ച് ചെയ്യാം. ഷർട്ട് അറേഞ്ച് കൊടുക്കാം. നമ്മൾ ചുറ്റുവട്ടത്തിൽ കൂടെ ചെയ്ത് കൊടുക്കാം അല്ലേ? റേഞ്ച് എന്തായാലും മൈലേജ് ഇത് ഓട്ടോമാറ്റിക്കാ മാനുവലാണല്ലോ? മൈലേജ് എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓണർഷിപ്പ് സിംഗിളോ? ഇത് വീണ്ടും ഒരു i20 കേട്ടോ. 2019 മോഡല് i20 മാഗ്ന പ്ലസ്. 19 മോഡല് മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ ഓടിക്കണ്ടേ? ഒരു 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. ഫുൾ പക്ക വണ്ടിയല്ലേ? കമ്പനി കാര്യങ്ങൾ ഫുള്ള് ഷോറൂം കണ്ടീഷൻ. 2 സർവീസ് കമ്പനിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ഓണർഷിപ്പ് ഏതാ? സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. ആ ഭാഗത്തൊന്നും ചോദിക്കണ്ടല്ലോ. ഒന്നും ചോദിക്കണ്ട. വരിക, ടോക്കൺ തരിക, ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അത്ര ഗ്യാരണ്ടി കൊടുക്കാം. ഇന്ന് എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 690 ചോദിക്കുന്നത്. എന്തായാലും കുറവുണ്ടാവും. കുറവുണ്ടാക്കാം. ചെയ്ത് കൊടുക്കാം. നമ്മളെ വീഡിയോ കണ്ടതിനൊക്കെ ഓഫർ ഉണ്ട്. ഓക്കെ. ലോൺ ഏകദേശം എത്ര കയറും? ലോൺ ഏകദേശം ഒരു 6.25 വരെ കയറും. 10 ഉറുപ്പിക ഇറക്കാം. എഴുപത് വണ്ടിയല്ല, അതിനും കുറവില്ലേ അല്ലേ? മറ്റേ ഡീസൽ എന്തായാലും മറ്റിന്റെ വരെ മൈലേജും കിട്ടും. 24 വരെ മൈലേജ് കിട്ടും. ഏത് ഡീസൽ? ഇത് പെട്രോളാണ്. പെട്രോൾ ആണല്ലേ? 18 വരെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. മൈലേജ് ഉണ്ടാവും. വെർഷൻ ആവുകൊണ്ട് മൈലേജ് ഉണ്ട്. ഓക്കെ. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സ്വിഫ്റ്റ് ഡിസയർ 2012 മോഡൽ വീഡിയോ. സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. ഡീസലാണ് വണ്ടി. 1,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ പക്ക ക്വാളിറ്റി വണ്ടി. ഓക്കെ. സീറ്റ് കവർ എടുക്കുന്നവർക്ക് സീറ്റ് കവർ ഫ്രണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാണെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചെറുക്കൂട്ടല്ലേ? എത്ര ചോദിക്കുന്നത്? 3.5 ലക്ഷം നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയിട്ട് പറയും. നെഗോഷ്യബിൾ ആണ്. ഒരു 3 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊഫൈലിലുള്ള ഒരു 50,000 നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഓണർഷിപ്പ് സെക്കൻഡോ? സെക്കൻഡ്. ആ ഭാഗത്തൊന്നും റീപ്ലേസ് ഒന്നും ഇല്ല. ഡീസലിന് 18 ലെവലിൽ മൈലേജ് കിട്ടുമെന്ന് ചെയ്യലല്ലേ? അടുത്ത വണ്ടി ഷവർലെ ഒപ്ട്ര 2007 മോഡൽ. 26 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഫുൾ പക്ക വണ്ടി. ഫുൾ പക്ക. അതായത് ആ കാലത്ത് 2007 ഒരു രാജാവ് തന്നെ പറയാം. ലക്ഷറി വണ്ടി. ഒരു പ്രീമിയം കാറാണ്. 4 പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, സൺറൂഫ്, അലോവീല്, എല്ലാ കാര്യങ്ങളും. നല്ല ബോഡി വെയിറ്റ് ഉള്ള വണ്ടിയാണ്. പെട്രോളാണ് വണ്ടി വരുന്നത്. പെട്രോളാണ് വരുന്നത്. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസോ ഒന്നും ഒരു പരിപാടി ഇല്ല. റിന്യൂവൽ എന്താ 27 ഉണ്ടോ? 2027 വരെ ഉണ്ടല്ലോ അല്ലേ? എത്ര നമ്മൾ ചോദിക്കണായിട്ട്? നമ്മൾ ചോദിക്കുന്നത് 1.40 നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയിട്ട് ലോണ് കയറില്ലല്ലോ. റെഡി കായ്ക്കണ്ടേ ഇറക്കാം. പെട്രോളിന്റെ മൈലേജ് ഒരു 12 ലെവലല്ലേ കിട്ടുള്ളൂ? ഒരു 10-15 ആ ലെവലിൽ പ്രതീക്ഷ അല്ലേ ഉണ്ടാവുള്ളൂ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല. ഇതിന് സാധനം പാർട്സ് കിട്ടുമല്ലോ അല്ലേ? ഒക്കെ അവൈലബിൾ അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് 2015 മോഡൽ വീഡിയോ ആയി. 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഷോറൂമിൽ ഇസ്തിരിയുള്ള ഓട്ടാണ്. ഫുൾ പക്ക കമ്പനി ഓട്ടാണ് അല്ലേ? തട്ടുമുട്ടാ ഭാഗത്ത് റീപ്ലേസ് പരിപാടികൾ ഒന്നുമില്ല. ഫുൾ പക്കായിട്ട് പറയാൻ പറ്റില്ലേ? ഓക്കെ. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 4.70 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കും. ഒരു 10-30 ഉറുപ്പിക ഇറക്കുകയുണ്ട്. 30,000 നമുക്ക് ഈ സ്വിഫ്റ്റ് ഇറക്കാം അല്ലേ? നല്ല പ്രൊഫൈലിൽ ആൾക്ക് ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ കയറും അല്ലേ? അത്ര ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി. ഓക്കെ.
പിന്നെ ഓണർഷിപ്പിന്റെ കാര്യം എത്ര? ഓണർഷിപ്പ് ആക്ച്വലി ഇത് 2 പേരെ യൂസ് ചെയ്തിട്ടുള്ള ഈ വണ്ടി. 2 പേര് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് RC-യിൽ 3 യൂസ് ചെയ്തിരുന്ന 2 പേരാണ്. ഒരു വീട്ടിൽ 2 പേരിൽ മാറിയതാണ്. അങ്ങോട്ട് മാറിയതാണല്ലേ? വൈഫിന്റെ പേർക്ക് അപ്പൊ ലാസ്റ്റ് മാറിയില്ല. അപ്പൊ എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നുമില്ല, ഫുൾ പക്ക വണ്ടിയില്ലേ? പക്ക. അടുത്ത വണ്ടി വീണ്ടും ഒരു അൾട്ടോ 800 കണ്ടിട്ടില്ലേ? 2013 മോഡൽ LXi. തട്ടുമുട്ട് കാര്യങ്ങൾ മേജറായിട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയല്ലേ? കേരള വണ്ടി തന്നെ അല്ലേ? കേരള. പിന്നെ കിലോമീറ്റർ 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. ന്യൂ ഷേപ്പ് ആക്കിയാണ്. 16-17 ലെവൽക്ക് ആക്കിയതാണ്. പുതിയ മാറ്റാണല്ലേ? മാറ്റിയതാണ്. ഓക്കെ. എത്ര ചോദിക്കണ്ടേ? ചോദിക്കുന്നത് 2 ലക്ഷമാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. ലോൺ ഏകദേശം എത്ര കുറവ്? ലോൺ ഏകദേശം ഒരു 30-40 വണ്ടി സുഖമായിട്ട് ഇറക്കാമല്ലേ? നല്ലൊരു വേറെ കുഴപ്പക്കാരൊന്നുമില്ല. ഇല്ല നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും. അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് കണ്ടിട്ടില്ലേ? 2014 മോഡൽ വീഡിയോ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒന്നുമില്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര ചോദിക്കുന്ന റേറ്റ്? നമ്മളിതിന് ചോദിക്കുന്നത് 470 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ചെയ്ത് കൊടുക്കും. ലോൺ നമുക്ക് മാക്സിമം ഒരു 4-4.10 ചെയ്ത് കൊടുക്കാം. 60 ഇറക്കാണ്ട്. 60 വണ്ടി ഇറക്കാമല്ലോ? ഓക്കെ. ഡീസലിന്റെ ഡീസലായിരുന്നു. 10-22 മൈലേജ് കിട്ടും ചെയ്യുമല്ലോ അല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല. ഓൾറെഡി നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, ഉള്ളിൽ LED കാര്യങ്ങള്, സെറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കയറ്റിയിട്ടുണ്ട്. ഉഷാറ് വണ്ടി അല്ലേ? അടുത്ത വണ്ടി ഫോർഡിന്റെ ആസ്പെയർ 2016 മോഡൽ റീ രജിസ്ട്രേഷൻ ആണ്. റീവണ്ടി ആണല്ലേ? കിലോമീറ്റർ കാര്യം 95,000 ഓടിയിട്ടുള്ള മീറ്ററിൽ. ഓക്കെ. നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല, എന്നല്ലാന്ന് പറയാനും പറ്റൂല. മീറ്റർ കാണുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. ഡീസലാണ്. അപാകത പരിപാടി ഒന്നും. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് വണ്ടിയുടെ. മെയിൻ ഗ്ലാസ് മാറിക്കണോ? വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റ് പരിപാടികളൊന്നും ഫുൾ പക്ക വണ്ടിയില്ലേ? ഓക്കെ. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 3 ലക്ഷം നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ലോൺ ഇതുമ്പോൾ ഒരു 2-2.25 വരെയൊക്കെ കയറുള്ളൂ. ഇത് ഡീസൽ മൈലേജ് എത്ര കിട്ടും? 18 പ്രതീക്ഷിക്കാം. 18-20 പ്രതീക്ഷിക്കാം. ഇത് വണ്ടി വീണ്ടും ഒരു അൾട്ടോ 800 കണ്ടിട്ടില്ലേ? 2016 മോഡൽ VXi ആണ്. അൾട്ടോ 800 ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. സെൻട്രൽ ലോക്ക് കാര്യങ്ങളുള്ള 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് എത്ര? സിംഗിളാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ? ഓക്കെ. എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 270 നമ്മൾ ചോദിക്കാം. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. ലോൺ ഏകദേശം എത്ര? 25 ഇറക്കാമല്ല പ്രൊഫൈലുള്ള ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഇറക്കാമല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നുമില്ല. ഫുൾ പക്ക വണ്ടി. പെട്രോളിന് ഏകദേശം ഒരു 18-20 മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി അൾട്ടോ K10 2016 മോഡൽ ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ. കിലോമീറ്ററിന്റെ കാര്യം 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ പക്ക വണ്ടി. പക്ക. ഫ്ലഡ് കാര്യങ്ങളൊന്നും പേടിക്കാല്ല. നമ്മളെ ഗ്യാരണ്ടി. ഫുൾ ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ടാണ് കൊടുക്കും അല്ലേ? എത്ര ചോദിക്കണായിട്ട്? നമ്മൾ ചോദിക്കുന്നത് 3,75,000. 3.25 നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഒരു 300 റുപ്യ വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഫുൾ പക്ക വണ്ടി അല്ലേ? അഡീഷണൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഡൗൺ പേയ്മെന്റ് എത്ര വണ്ടി ഇറക്കണമെങ്കിൽ? 60-70 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റൂല അല്ലേ? വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെ. 2011 മോഡൽ വീഡിയോ. 1,28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. 3rd ഓണറിലാണ് ഇപ്പോൾ വണ്ടി നിലവിലുള്ളത്. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ, ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയുണ്ട്. അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കേണ്ടത്? നമ്മൾ ചോദിക്കുന്നതിന് 3.35 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഒരു 2-2.25 വരെയൊക്കെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല. ഇനി മേജർ വർക്കും കാര്യങ്ങളൊന്നും വരാല്ലത്. വണ്ടി വീണ്ടും ഒരു വാഗണർ 2016 മോഡൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അന്വേഷിച്ചെടുക്കുന്ന ആൾക്കാർക്ക് നമ്മളതിന്റെ ഓട്ടോമാറ്റിക് ആവശ്യമുള്ള ദോസ്തുകൾ വന്നു കഴിഞ്ഞാൽ ഇനി വേറെ 2 വരാണ്ട്. ന്യൂ മോഡൽ ഷിഫ്റ്റും ഡിസൈറും ഒക്കെ വരാണ്ട്. ഇത് 2016 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് ഡോറ് റീപ്ലേസ് ആണ്. തട്ട് റീപ്ലേസ് ആണോ അതോ അത് എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. ഹിസ്റ്ററിയിൽ ഇല്ല. അത് ഇല്ലല്ലേ? അത് ഡൗട്ടാണ്. നോക്കണം. മറന്നു ഹിസ്റ്ററി നോക്കിയത്. അതൊക്കെ കറക്റ്റ് ഓട്ടാണ്. 80 എത്ര ചോദിക്കണ്ടേ? നമ്മൾ ചോദിക്കുന്നത് ഇത് 4.15-10 നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. മാക്സിമം നമുക്കൊരു 3.5 ആ റേഞ്ചിക്കൊക്കെ ലോണും ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-60 വണ്ടി ഇറക്കാം. പെട്രോളിന് ഏകദേശം ഒരു 14-15 ലെവലിൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു 13-14-15 ലെവലിലേ കിട്ടുള്ളൂ. എടുക്കുന്നതൊക്കെ പണി കാര്യങ്ങളൊന്നും ഇല്ലല്ല. അഡീഷണൽ അടിപൊളി വണ്ടി അല്ലേ? അടുത്ത വണ്ടി നാനോ കണ്ടിട്ടില്ലേ? 2011 മോഡൽ LX.
പവർ സ്റ്റാറിംഗ് ഉണ്ടാവില്ല, ഡിക്ക് ഓപ്പൺ ആക്കാൻ പറ്റൂല. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, AC വരുന്നുണ്ട് അല്ലേ? ഓക്കെ. തട്ടുമുട്ടാകാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തട്ടുമുട്ടാകാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഗ്ലാസ് മാറിയിട്ടുണ്ട്, മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്. ഓക്കെ. എത്ര ചോദിക്കണ്ടേ? ഇത് നമ്മള് ഏറ്റവും ഫൈനൽ പ്രൈസ് പറയാം, 55 കിട്ടിയ നമുക്ക് ഏറ്റവും ഫൈനൽ 55,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഫൈനൽ. ഇതിന് കുറയാനും തിരിയാനും അറിയാനൊന്നുമില്ല. 66,000 കിലോമീറ്റർ വണ്ടി 66,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 25 എന്തായാലും മൈലേജ് ഉണ്ട്, കിട്ടും ചെയ്യുമല്ലോ അല്ലേ? പവർ സ്റ്റാറിംഗ് ഇല്ലാതെ LX ആണ് ഓപ്ഷൻ വരുന്നില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. അടുത്ത വണ്ടി റെഡ്സ് കേട്ടോ, 2014 മോഡൽ VXI തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. 93,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തട്ട് മുട്ട് കാര്യങ്ങളൊന്നുമില്ല, ഫുൾ പക്ക വണ്ടി. 375 നമ്മൾ ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. ലിമിറ്റഡ് എഡിഷൻ ആണ്. അതെ, ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതുണ്ട്, വർക്കൊക്കെ ഉള്ളതാണ്. ഡാഷ്ബോർഡ് ഒക്കെ റെഡ് കളറാണല്ലോ. മെയിൻ ആയിട്ടുള്ള തട്ടുമുട്ട ഒന്നുമില്ലല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഫുൾ പക്ക വണ്ടി അല്ലേ? ലോൺ ഏകദേശം നമുക്കൊരു 3 റുപ്യക്ക് ചെയ്ത് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര വേണം? 65 റുപ്യൻ്റെ ഇറക്കാണ്ട്. 25 രൂപ 65,000 വണ്ടി ഇറക്കാം അല്ലേ? VXI പെട്രോള് ഒരു 16 ലെവലിലെ മൈലേജ് അല്ലേ? അടുത്ത വണ്ടി റെഡ്സ് കേട്ടോ, 2011 മോഡൽ VDI 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ് വരുന്നത് വണ്ടി. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 2,40,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് എന്തെങ്കിലും ഇനി പൊട്ടിച്ചു കൊടുക്കാം. ഒരു 1.5 ലോണും കയറ്റി കൊടുക്കുക ബാങ്ക്. 1.5 ലക്ഷം വരെ മാക്സിമം ലോൺ ചെയ്യുക. ഒരു 10,000 രൂപ വണ്ടി ഇറക്കാം. വണ്ടി ഒരു 10,000 രൂപ വണ്ടി ഇറക്കാം അല്ലേ? എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഫുൾ പക്ക വണ്ടി അല്ലേ? വണ്ടി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം, കുറച്ചും കൂടി ഒന്ന്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ പണികളൊന്നും ചെയ്യില്ല. ഓക്കെ. ഡീസൽ എന്തായാലും മൈലേജ് 2 എന്തായാലും മൈലേജ് കിട്ടും ചെയ്യുമല്ലോ. നല്ല ബുള്ളിങ്ങുള്ള വണ്ടിയല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു ഗ്രാൻഡ് ഐറ്റനാണ്. 2014 മോഡൽ മാഗ്ന ഓപ്ഷനിലാണ്. ഇതിന് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തട്ട് മുട്ട് റീപ്ലേസ് പരിപാടി ഒന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ്. ഇന്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. എക്സ്ട്രാ അഡീഷണൽ അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എത്ര ചോദിക്കണ്ടേ? നമ്മൾ ചോദിക്കുന്നത് 3,60,000 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഒരു 3 റുപ്യ വരെ നമുക്ക് ലോണും കൊടുക്കാം, ചെയ്ത് കൊടുക്കാം. ഒരു 10,000 റുപ്യ എന്തായാലും വണ്ടി ഇറക്കാൻ ഒരു പ്രൊഫൈലുള്ള ആൾക്ക് പെട്രോൾ ആകുമ്പോൾ മൈലേജ് ഒരു 15-16 പ്രതീക്ഷിച്ചാൽ മതി. അടുത്ത വണ്ടി വീണ്ടും ഒരു i20 2014 മോഡൽ ആസ്റ്റ പെട്രോളാണ് വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷനാണ്. 84,000 കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. ജെന്യൂനാണെന്ന് ഉറപ്പില്ല. മീറ്റർ കാണേണ്ട കിലോമീറ്റർ പറഞ്ഞല്ലേ? തട്ടുമുട്ട ആക്സിഡന്റ് ഡ്രൈവർ സൈഡ് ഡോറ് മാറിയിട്ടുണ്ട്. മാറിയല്ലേ? തട്ടി മാറിയതാണോ അതോ അത് എന്താ അവസ്ഥ എന്നറിയില്ല, മാറിയിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അപ്പൊ എന്തായാലും നോക്കി അറിയാലോ അല്ലേ? ഹിസ്റ്ററി ഇത് ഇടക്കൊന്ന് മീറ്റർ സ്റ്റെക്കായ വണ്ടിയാ തോന്നുന്നുണ്ട്. കാരണം ഹിസ്റ്ററിയിൽ ഒന്നിന്റെ പുറത്ത് കാണിക്കുന്നുണ്ടല്ലേ? ഉള്ളത് പറയാലോ, മീറ്ററിലുള്ളതൊരു ഇതാണ്, ഹിസ്റ്ററിയിൽ വേറെയാണ്. അതാണ് പറഞ്ഞത്, ജെന്യൂൻ അല്ല. ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കല്ലേ? മേജർ ആക്സിഡന്റ് പരിപാടികൾ റീപ്ലേസ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. റീപ്ലേസ് ഉള്ള ഡോർ മാത്രമേ ഉള്ളൂ. എത്ര ചോദിക്കണ്ടായിട്ട്? നമ്മൾ ചോദിക്കുന്നത് 4,40,000. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും. മാക്സിമം നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാണ്ട്. ഫുൾ ലോൺ കിട്ടൂല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ അതിൽ കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടൻ്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.